ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നല്ലോ പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് നമ്മുടെ സച്ചിയുടെ ഫോൺ എടുക്കാൻ ഉദ്ദേശവും കൂടി നമ്മുടെ ശ്രുതിക്കും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സച്ചിയും ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും ഡ്രിങ്ക്സ് കഴിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ലിഫ്റ്റിൽ കയറുമ്പോ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തിട്ട് ശ്രുതിയുടെ പോക്കറ്റിൽ ഇടുന്നുണ്ട്. വെള്ളം അടിച്ചിട്ട് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ അവര് ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് പോയതുപോലെ തന്നെ തിരികെ വരാൻ വേണ്ടിയിട്ട് രവി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മക്കളും നന്നായിട്ട് കുടിച്ചിട്ടാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയ രവിയാണെന്നുണ്ടെങ്കിൽ 3 പേരെയും പുറത്താണ് കിടത്തിയിട്ടുണ്ടായിരുന്നത്. വീടിന്റെ ഉള്ളിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലായിരുന്നല്ലോ ഫോൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രുതി എങ്ങാനും ആ ഫോൺ കണ്ടിട്ട് സച്ചിക്ക് എടുത്ത് കൊടുത്താലോ എന്നുള്ള ഭയം കേട്ടോ. പക്ഷെ 3 പേരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രിയിൽ ആരും അറിയാതെ പുറത്തു പോയിട്ട് ശ്രുതിയുടെ പോക്കറ്റിൽ നിന്നും ആ ഫോൺ എടുക്കാന്നൊക്കെ നമ്മുടെ ശ്രുതി വിചാരിക്കുന്നുണ്ട്. പക്ഷെ രാത്രിയിൽ സച്ചിയും രേവതിയും കൂടി ഇരുന്നിട്ട് അച്ഛൻ വീട്ടിനുള്ളിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അത് പാലിക്കുന്നുണ്ട്. സച്ചി വീടിന്റെ പുറത്തും രേവതിയാണെന്നുണ്ടെങ്കിൽ ആ വാതിക്കൽ ഇരുന്നിട്ട് 2 പേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ രാത്രിയിലും അത് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി എണീറ്റിട്ട് റൂമിലേക്ക് വരുവാണ്. വന്ന ഉടനെ തന്നെ ആ കോട്ട് നമ്മുടെ ശ്രുതിയാണ് ഊരി കൊടുക്കുന്നത്. അതിലൂടെ തന്നെ ആ ഫോണ് ശ്രുതി കൈക്കലാക്കുന്നുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് പതിവ് പോലെ തന്നെ ജോലിക്ക് ഇറങ്ങുന്ന സമയത്താണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കുന്നത്. ഫോണ് ആ വീട്ടിലെല്ലായിടത്തും നോക്കിയിട്ടും കാണുന്നില്ല. ഒരുപക്ഷെ ഫംഗ്ഷൻ നടന്ന അവിടെ എങ്ങാനും വീണ് പോയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവിടെയും പോയി നോക്കുന്നുണ്ട്. എന്നാൽ ഇത് ശ്രുതിയുടെ കയ്യിലാണല്ലോ ഉള്ളത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ഫോണുമായിട്ട് നേരെ ആന്റണിയുടെ അരികിൽ എത്തുന്നുണ്ട് കേട്ടോ. കൂടെ മീരയും ഉണ്ട്. മീര പോകുന്ന വഴിയിൽ ചോദിക്കുന്നുണ്ട് ഫോൺ കാണാത്ത കാര്യം സച്ചി അറിഞ്ഞോന്ന് ചോദിക്കുമ്പോ അവൻ അറിഞ്ഞു. വീട് മൊത്തം നോക്കി. ഇപ്പോ ആ ഫംഗ്ഷൻ നടന്ന ഇടത്തേക്ക് പോയിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളാണ് ഈ ഫോൺ എടുത്തതെന്നുള്ള കാര്യം എങ്ങാനും സച്ചി അറിഞ്ഞാലുണ്ടല്ലോ അവന്റെ കാറ് നമ്മുടെ ദേഹത്ത് ഇരിക്കുന്നുള്ള കാര്യം കൂടി മീര പറയുന്നുണ്ട്. നീ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആന്റണിയുടെ അരികിലേക്ക് ശ്രുതി ചെല്ലുന്നത്. അതേസമയം സച്ചിയുടെ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരത്തിന്റെ ആ വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്നുള്ള കാര്യം അറിയാലോ. അതെങ്ങാനും ലീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആകും. ആ ഫോൺ എടുത്ത ആൾ അതെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലോ എന്നുള്ള ഭയമാണ് സച്ചിയെ കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ ഫ്രണ്ടിനെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അവിടെ ചെക്ക് ചെയ്യാനൊക്കെ പോകുന്നത്. അവിടെ ഹാളിൽ വെച്ചിട്ട് അങ്ങനെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആയിട്ട് ഒരു സാധനം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവര് പറയാണ്. അങ്ങനെ സച്ചി ആകെ ടെൻഷനിലാണ്. എന്നാ സന്തോഷത്തോടു കൂടി ആന്റണിക്ക് അരികിലേക്ക് ചെല്ലുന്ന ശ്രുതിയാണ്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ആന്റണി ചോദിക്കുന്നുണ്ട് ഇന്നും എന്താ കൈ വീശിയാണോ വന്നത് എന്നുള്ള കാര്യം. ആ വീഡിയോ അല്ല, അവന്റെ ഫോൺ തന്നെ എന്റെ കയ്യിലുണ്ടെന്നാണ് ശ്രുതി ഇതിന് മറുപടി കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തുകൂടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മൾക്ക് ഒരു കാര്യം അങ്ങനെ വെറുതെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു തരണം. അതെന്താ ശ്രുതി, നിനക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ആന്റണി ചോദിക്കുമ്പോ അന്ന് അവനെ അടിച്ചിട്ട് നിങ്ങളാണ് ജയിലിലാക്കിയെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാ അവൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നത് സച്ചി കാരണമാണ്. അപ്പൊ നീ വെൽ പ്ലാൻഡ് ആണല്ലേ. അതേന്ന് ശ്രുതിയും പറയുന്നുണ്ട്. നിങ്ങള് അവനെ അടിച്ച് പരിപ്പാക്കി അവൻ ഇനി എന്റെ ഭാഗത്തോട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായ അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ അയച്ചു തരും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽസ് എനിക്ക് സെൻഡ് ചെയ്യേ. അവന്റെ കാര്യം ഞാൻ സെക്കൻഡ് കൊണ്ട് തന്നെ തീരുമാനമാക്കി തരാം. മീരയാണ് ആന്റണിയുടെ ഫോണിലേക്ക് ദാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത്. ദാസാണെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന അവന്മാരെടുത്ത് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്, ഈ അഡ്രസ്സിലുള്ള അവനെ തൂക്കിയെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോടാ എന്ന് പറയാണേ. അവരതുപോലെ തന്നെ ശരി ബോസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അവനെ തൂക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നോടെ എന്ന് ആന്റണി ചോദിക്കുമ്പോ മീര പറയുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയാ ശരിയാവുന്നത്? കയ്യിൽ കാശ് വായിൽ ദോശ അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങൾ തന്നെയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്നെക്കാളും ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാരാണല്ലേ. ആളെ എന്തായാലും തൂക്കിയെടുത്തോണ്ട് വരും. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ സച്ചിയുടെ ഫ്രണ്ടിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ആ ഫംഗ്ഷന് പോവാൻ വേണ്ടി പാടില്ലായിരുന്നു. ആ ഓടിപ്പോയവന് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ച് ഇപ്പോ അത് നമുക്കൊരു വലിയൊരു പണിയായല്ലോ. സച്ചി, നീ എത്ര കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒരു സാധനം അങ്ങനെ കൊണ്ടുപോയി കളയുന്ന ആളല്ലല്ലോ. അറിയില്ലടാ എന്താ പറ്റിയെന്നുള്ള കാര്യം ഒരു പിടുത്തവും കിട്ടുന്നില്ല. വീട്ടിലെങ്ങാനും മറന്നു വെച്ച് പോയോ അതോ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് എവിടെയെങ്കിലും വെച്ചോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മുടെ ജീവിതം തന്നെ ഫോണിനകത്തല്ലേടാ. ഫോണില്ലാതെ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അത് മാത്രമല്ല ശരത്തിന്റെ വീഡിയോ അതിനകത്തുണ്ട്. അതാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. സച്ചി, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കാര്യം നിന്റെ അമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവനെ വെറുതെ വിടില്ല. അത് മാത്രം അവനെ മൊത്തത്തിൽ കള്ളനാക്കുകയും ചെയ്യും. ഇപ്പോഴാണ് ശരത്ത്
എല്ലാ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കോളേജിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയത്. ഈ സമയത്ത് വീഡിയോ എങ്ങാനും പുറത്ത് വന്നിട്ട് തെറ്റായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമാണെടാ എനിക്കിപ്പോ. നീ അന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞതാ, പക്ഷെ ഞാനാണ് അവനെ തിരുത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഫോണിൽ തന്നെ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അത് വിട്ടേക്ക് മഹേഷ്, എന്ത് ചെയ്യാനാണ് ഓരോരോ വിധി. എന്തായാലും നമ്മൾ സച്ചി കംപ്ലൈന്റ് കൊടുക്കാനല്ലേ പോകുന്നത്. അവസാനത്തെ കോള് എവിടുന്നാണ് വിളിച്ചെന്നുള്ള കാര്യം മനസ്സിലാവുമല്ലോ. സിഗ്നൽ നോക്കിയിട്ട് അവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ഫോണ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് പോലീസുകാർക്ക് അത്ര വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ. സച്ചിയാണെങ്കിൽ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എത്ര രൂപയുടെ ഫോണാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേടിച്ചപ്പോൾ 10,000 രൂപയാണെന്നാണ് സച്ചി പറയുന്നത്. ഓ, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? നീ അങ്ങോട്ട് നോക്ക്, ഒരാളെ കണ്ടോ? അയാളുടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതാണോ നിന്റെ ഫോണാണോ പ്രധാനം എന്ന് ചോദിക്കുമ്പോൾ, സർ അയാൾക്ക് അയാളുടെ ഭാര്യയാണ് പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫോണാണ് പ്രധാനം. കാരണം ഞാനൊരു കാർ ഡ്രൈവറാണ്. എന്റെ ജോലി തന്നെ ആ ഫോണിനെ വിശ്വസിച്ചും കൊണ്ടാണ്. ഓക്കെ, എന്തായാലും ദാ ഇവിടെ ഫോൺ കാണാതായ ആൾക്കാരുടെ ലിസ്റ്റ് എഴുതുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പൊക്കോളാൻ പറയണേ. സർ ഞങ്ങളങ്ങ് പറഞ്ഞു വിടുവാണോ? ഫോണ് ഞങ്ങൾക്ക് കണ്ടെത്തി തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളൂ, നീ കംപ്ലൈന്റ് എഴുതി വെച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുമെന്ന് പറയണേ. കാരണം പോലീസുകാർക്ക് അത്ര വലിയൊരു കാര്യമായിട്ട് അത് തോന്നുന്നില്ല. പക്ഷെ സച്ചിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരത്തിന്റെ ആ വീഡിയോ കിടക്കുന്ന ഫോണാണല്ലോ, അതെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആകെ മൊത്തം പ്രശ്നമാകും. ആ കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. മഹേഷ് പുറത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിച്ച് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. സച്ചിയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണ് മഹേഷിനെ വിളിച്ചത് കേട്ടോ. അവര് സ്ഥിരമായിട്ട് സച്ചി ട്രിപ്പ് കൊണ്ടുപോകുന്ന ആളാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് മഹേഷിനെ വിളിച്ചത്. സച്ചിയുടെ അടുത്ത് ട്രിപ്പിന് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ എങ്ങനെ ഫോണില്ലാതെ ഞാൻ പോവാന്ന് ചോദിക്കുകയാണേ. ഫോണില്ല എന്ന് പറഞ്ഞിട്ട് നീ ട്രിപ്പൊക്കെ ക്യാൻസൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി പറ്റുക? നീ എന്തായാലും ട്രിപ്പിന് പോകാൻ വേണ്ടി നോക്ക്. നാളെ ഇവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് അന്വേഷിച്ചോളാം. ഇപ്പൊ നീ മറ്റൊന്നും ചിന്തിക്കേണ്ട, പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് സച്ചി അങ്ങ് പറഞ്ഞു വിടാണ് കേട്ടോ ചെയ്യുന്നത്. അവര് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കയറി ഞാൻ നിന്നെ ഷട്ടിൽ ഇറക്കി തരാം എന്നിട്ട് പൊക്കോളാം എന്ന്. അങ്ങനെ അവര് കാറെടുത്ത് അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആന്റണിയുടെ ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതിയും അതുപോലെ മീരയും. ആന്റണി പറഞ്ഞു വിട്ട ആൾക്കാരാണെങ്കിൽ ദാസിനെ കൂട്ടിക്കാണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശബ്ദം കേൾക്കുമ്പോ തന്നെ അവൻ ഞങ്ങളെ കാണരുത് എന്നുള്ള കാര്യം ശ്രുതി പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങള് അങ്ങോട്ടേക്ക് മറിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു ആന്റണി അവരെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. എന്നൊക്കെ കേട്ടിട്ടാണ് കേട്ടോ അവരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആരാടാ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാണെന്നുള്ള കാര്യം. എന്തിനാടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റണി പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഓൾറെഡി എനിക്ക് 2 കല്യാണം ആയതാണ്ടാ. എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ കല്യാണമല്ല. എന്ത് കല്യാണം എന്നുള്ള കാര്യം നിനക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദാസ് അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. നീ ആരാണെന്നും എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ആന്റണി ആ കൂടെയുള്ള അവന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവനെ കൊണ്ടുപോയിട്ട് റൂമിൽ അടക്കിയെന്ന്. അങ്ങനെ പിടിച്ചു വലിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ ശേഷം ശ്രുതിയും അതുപോലെ മീരയും പുറത്തേക്ക് വരുവാണ്. അവരെ അരികിലേക്ക് വരുമ്പോ തന്നെ ആന്റണി ചോദിക്കുന്നുണ്ട്, ഇപ്പോ വിശ്വാസമായോ എന്ന്. എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിങ്ങളിപ്പോ അവരെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? കേട്ട ഉടനെ മീര പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അവന്റെ കൈയും കാലൊക്കെ അടിച്ചു കൊടുക്കി. അത് കഴിഞ്ഞിട്ട് അവന്റെ വായിലെ 4 പല്ലും കൂടി അടിച്ചു ഇളക്കണം. ഇപ്പൊ എന്തായാലും അവനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. 3 ദിവസം അവൻ ഇരുട്ടുമുറിയിൽ കിടക്കട്ടെ, എവിടെയാണ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ. നാട്ടില് കൊണ്ടുവന്നിട്ട് അടിക്കാൻ എന്നുള്ള കാര്യം കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും വിശ്വാസമായില്ലേ? ഇനി എന്തായാലും നിന്റെ പരിസരത്തോട്ട് പോലും അവൻ വരില്ല. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്. എന്നാ ഇനി വീഡിയോ അയച്ചു തന്നൂടെ? ഓൾറെഡി ഞാൻ എന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആന്റണിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുവാണ്. ആ വീഡിയോ കണ്ടിട്ട് ആന്റണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇത് മതി, നിങ്ങൾക്കും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇവൻ എന്റെ പരിസരത്ത് പോലും വന്നോകരുതെന്ന് ശ്രുതി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ പോലീസ് സ്റ്റേഷനിൽ പോയി അവൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ സംഭവിക്കാൻ വേണ്ടി പാടില്ല. ഇല്ല, അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അവന് മൊത്തത്തിൽ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നിങ്ങളുടെ പരിസരത്ത് പോലും അവൻ വരില്ല. താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മീരയും അവിടുന്ന് പോവുകയാണ്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എന്തോ ഒരു വലിയൊരു കാര്യം അച്ചീവ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത്. എടി, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും രേവതിയെ കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് സങ്കടം തോന്നുന്നുണ്ട്. അവളുടെ അനിയൻ ചെയ്ത തെറ്റിന് അവളാണല്ലോ ഇരയാവാൻ വേണ്ടി പോകുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും?
എപ്പൊ നോക്കിക്കഴിഞ്ഞാലും നേർവഴി നേർമാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളല്ലേ. എനിക്കെന്തായാലും എന്റെ ലൈഫിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഇപ്പോ അവൾ എന്താ പറയാൻ വേണ്ടി പോകുന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങിയിട്ട് മീരയുടെ കൂടെ പോകുന്നത്. ആന്റണിയാണ് കേട്ടോ കാണിക്കുന്നത്. ആന്റണി ഭയങ്കര സന്തോഷത്തിലാണ്. അരികിലേക്ക് ആന്റണിയുടെ കൂടെയുള്ള ഒരുത്തം വരുന്ന സമയത്ത്, എടാ ശരത്തെ, നീയല്ലേ പറഞ്ഞത് എന്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കൂ എന്നുള്ള കാര്യം. ഇനി ഈ വീഡിയോ വന്നിട്ട് ഇവൻ എങ്ങനെയാ ജീവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കൊന്ന് കാണണം. അത് മാത്രമല്ല, രേവതി അന്ന് അടിച്ചതിനാണ് ആ സച്ചി എന്നെ അടിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെ രണ്ടെണ്ണത്തിനെയും ഞാൻ കരയിപ്പിക്കും. ഈ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ രേവതിക്ക് ഒരിക്കലും ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബോസ് വേഗം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാവർക്കും. അത് കേട്ട ഉടനെ തന്നെ ആന്റണി അവന് കാരണം നോക്കി ഒന്ന് കൊടുക്കുവാണേ. എടാ, ഈ ഫോണിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്തത് ഞാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവില്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആന്റണിയുടെ ഏതൊരു ഫ്രണ്ട് കുറച്ച് ദൂരെ എവിടെയോ ഉണ്ട്, അവൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എല്ലാവർക്കും പബ്ലിഷ് ചെയ്തോളൂ. ഓ, അത് സൂപ്പർ ഐഡിയ ആണെന്നുള്ള കാര്യം കൂടെ ഉള്ളവൻ പറയാണ്. അങ്ങനെ ആ പറഞ്ഞ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് ചെയ്യുന്നത്. അവന്റെ അടുത്ത് ഹിന്ദിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നതിന് ശേഷം ഞാൻ നിനക്ക് ഒരു വീഡിയോ മെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. എന്താണെന്നുള്ള കാര്യം കേൾക്കുന്നില്ല. തുടർന്ന് നമ്മുടെ സച്ചിയാണെങ്കിൽ വീട്ടിൽ തിരികെ എത്തുന്നതാണ് കാണിക്കുന്നത്. വന്നോടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടന്റെ ഫോൺ കിട്ടിയോ എന്നുള്ള കാര്യം. ഹോട്ടലിൽ വെച്ചിട്ട് മറന്നതാണോ, അവിടെ നിന്ന് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല രേവതി, അവിടെ മൊത്തം നോക്കി, പക്ഷെ അവിടുന്ന് കിട്ടിയില്ല. ഉടനെ തന്നെ രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല സച്ചി, നിന്റെ ഫോൺ എന്തോ കാണുന്നില്ല എന്നുള്ള കാര്യം രേവതി പറഞ്ഞല്ലോ. അതേ ചേച്ചി, കാണാതെ പോയി. എങ്ങനെ പോയെന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. ആ ഹോട്ടലിൽ പോയി നിന്ന് നോക്കിയായിരുന്നോ? അച്ഛതാ, ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരുവാണ്. അവിടെയില്ല, ഞാൻ അവിടുത്തെ മാനേജറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനെ തന്നെ അവര് വിളിച്ചു പറയാന്നും പറഞ്ഞിട്ടുണ്ട്. നീ വേറെ എവിടെയെങ്കിലും വെച്ച് മറന്നോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്ന രവി പറയുന്ന സമയത്ത്, ഇല്ല അച്ഛാ, ഞാൻ വേറെ എന്ത് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരിക്കലും ഫോൺ ഞാൻ വെച്ച് മറന്നു വരാറില്ല. ചന്ദ്രയും അവിടെ നിപ്പുണ്ട് കേട്ടോ. അച്ഛ, എന്റെ ജീവിതമാർഗം തന്നെ അതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അല്ല, ഇവന്റെ ജീവിതമാർഗം കാർ ഓടിക്കലല്ലേ, അത് ഫോണിനകത്താണോ? അമ്മ, ഫോൺ ചെയ്തിട്ടല്ലേ എല്ലാരും ട്രിപ്പ് ബുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അത് പ്രധാനമല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ട സാധനം പിന്നെന്തിനാ അവൻ തൊലച്ചിട്ട് വന്ന് നിൽക്കുന്നത്? അല്ലെങ്കിലും ഇന്നലെ വന്ന അവസ്ഥ അങ്ങനെയായിരുന്നല്ലോ. എവിടെങ്കിലും ഫോൺ കൊണ്ടേ കളഞ്ഞിട്ട് വന്നതായിരിക്കും. സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട്, അമ്മേ, സച്ചേട്ടൻ തന്നെ ഫോൺ കാണാത്തതിന്റെ ടെൻഷനിലാണുള്ളത്. ഇപ്പോഴും എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ചോദ്യം ചെയ്യോ? അവനെ ഏറ്റുവിടുന്നതാണല്ലോ നിന്റെ തന്നെ പണി. ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ പോയിട്ട് നിന്റെ പണി നോക്കുക എന്ന്. അല്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? ഇവൻ കുടിച്ചിട്ട് മറ്റുള്ളവരും കൂടി കുടിപ്പിച്ചല്ലോ ഇന്നലെ. ആ പണി എന്തായാലും ഇനി വേണ്ടെന്നുള്ള കാര്യം അവന്റെ അടുത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടുന്ന് പോകുന്നത്. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം രവി പറയുന്നുണ്ട്, നിന്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ബോധത്തോടു കൂടി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കാര്യം സംഭവിക്കില്ലായിരുന്നല്ലോ. ശരി, എന്തായാലും അത് വിട്ടേക്ക്, ഫോണല്ലേ, നമുക്കത് വേറെ മേടിക്കാം. അതിന് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ രവി ചെയ്യുന്നത്. സച്ചി എന്നിട്ടും ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ഫോണല്ലേ, അത് പോട്ടെ, നമുക്ക് വേറെ പുതിയ നല്ലൊരു ഫോൺ മേടിക്കാം. അതല്ല രേവതി, അതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട എന്ത് കാര്യം അതിനകത്തുള്ളത്? അതല്ല, അതില് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്പർ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ നമ്പർ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഫോൺ ചെയ്യില്ലല്ലോ. സച്ചേട്ടാ, നമ്മള് ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിം കാർഡ് അവർ കട്ട് ചെയ്യുകയും അതേ നമ്പറിൽ നമുക്ക് വേറെ നമ്പർ തരികയും ചെയ്യും. ഇപ്പോ വർഷ അതിനെ കുറിച്ച് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്താണെങ്കിൽ ചെറിയ ബാഗ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ജോഡി ഡ്രസ്സും. ഇതെന്തിനാന്ന് ചോദിക്കുമ്പോ ദൂരെ ഒരു ട്രിപ്പ് പോവാണെന്ന് പറയുന്നുണ്ട്, അതും അമ്പലത്തിലേക്കാണ്. നിങ്ങളെന്താ ഫോൺ പോയതിന്റെ പേരിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോ രേവതി, അതല്ല, ഒരു ട്രിപ്പ് വന്നതാണ്. ഇത്രയും ദൂരമൊക്കെ ആരെങ്കിലും കാറിന് പോകുമോ? അങ്ങനെയാണ് ട്രിപ്പ് വന്നിരിക്കുന്നത്. ലോങ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ല സച്ചേട്ടാ, ഫോണില്ലാതെ സച്ചേട്ടൻ എങ്ങനെ ഇത്രയും ദൂരം പോകുന്നത്? അല്ല രേവതി, ഞാൻ ഫോണിലല്ലല്ലോ, കാറല്ലേ ഓടിച്ചിട്ട് പോകുന്നത്. ഫോണില്ലാന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ ജോലി ചെയ്താലേ പറ്റുള്ളൂ. വലിയ ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റത് തന്നെ. നാളെയല്ലേ സച്ചേട്ടന് വരാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോണില്ലാതെ എങ്ങനെ വിളിക്കാൻ വേണ്ടി പറ്റുക? എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫോൺ തരാം, സച്ചേട്ടൻ അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വേണ്ട രേവതി, നിനക്ക് ഒരുപാട് പൂവിന്റെ ഓർഡർ ഒക്കെ വരുമല്ലോ, അതുകൊണ്ട് ഫോൺ വേണ്ട എന്ന് പറയാണ്. പിന്നെ എങ്ങനെ സച്ചേട്ടാ എനിക്ക് സച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി പറ്റൂ? അതൊന്നും കുഴപ്പമില്ല രേവതി, ഞാൻ കസ്റ്റമറിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും നിന്നെ വിളിക്കാം. പക്ഷെ അതൊന്നും അല്ല, ഫോൺ കയ്യിലില്ലാത്തതല്ല, പക്ഷെ അതിനകത്തുള്ളത് ആരെങ്കിലും കണ്ടാല് ആരെന്ത് കാണുന്ന കാര്യത്തെ കുറിച്ചാണ് സച്ചേട്ടൻ പറയുന്നത്. അല്ല രേവതി, ഫംഗ്ഷന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും കാണില്ലേ? ഫോട്ടോസ് അല്ലേ സച്ചേട്ടാ, അതൊക്കെ നമുക്ക് വർഷയുടെ അടുത്ത് മേടിക്കാം. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ രേവതി, സമയമാറായി.
സച്ചേട്ടൻ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ എങ്ങനെ അറിയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആരുടെന്നെങ്കിലും ഫോൺ മേടിച്ചിട്ട് വിളിക്കാന്നുള്ള കാര്യം പറഞ്ഞില്ല രേവതി. എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനടുത്ത് ചെന്നിട്ട് ദൂരയാത്രയ്ക്ക് പോവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എടാ നീ ഇത്രയും വലിയ ട്രിപ്പ് പോവാണോ? നിന്റെ കയ്യിൽ ഫോണില്ലാന്നല്ലേ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഫോൺ എടുത്തിട്ട് പോയിക്കോ. വേണ്ട അച്ഛൻ ആരെങ്കിലും ഒക്കെ വിളിക്കില്ല. എന്നെ ആര് വിളിക്കാനാടാ? നീ ഫോൺ എടുത്തിട്ട് പോവാ എന്ന് പറയുന്നുണ്ട്. വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിന് മുമ്പായിട്ട് രേവതി എടുത്ത് പറയുന്നുണ്ട് ഫോണിന്റെ കാര്യത്തെ കുറിച്ച് മഹേഷ് ചെന്ന പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇടയ്ക്ക് അവനൊന്ന് വിളിച്ചിട്ട് കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് പറയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി യാത്രയാക്കിയിട്ട് തിരികെ അടുക്കളയിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തലയിൽ പല്ലി വീഴുന്നുണ്ട്. രേവതി ആണെങ്കിൽ പല്ലി എന്ന് പറഞ്ഞിട്ട് തട്ടി വീഴുമ്പോ അതേ കറക്റ്റ് സമയത്താണ് ചന്ദ്ര അടുക്കളയിലേക്ക് കയറി വരുന്നത്. പല്ലി നേരെ ചെന്നിട്ട് ചന്ദ്രയുടെ ദേഹത്ത് വീഴുവാണ് കേട്ടോ. ചന്ദ്ര പേടിച്ചിട്ട് അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടിയിടുമ്പോഴേക്ക് ശ്രുതിയുടെ മേലേക്ക് അങ്ങ് ചെല്ലു വീഴുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ അയ്യോ 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രുതി ഫോൺ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെന്തിനാ ശബ്ദം ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതി ഉടനെ തന്നെ തട്ടിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് അങ്ങ് വിടുവാണ്. ശ്രുതിയുടെ മൂക്കിന്റെ മുകളിലാണ് പല്ലി ചെന്ന് വീഴുന്നത്. അവിടെ ഇരിക്കുകയാണ് പല്ലി. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നത് കാണുമ്പോ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി പറയുന്നുണ്ട് തട്ടിക്കള എന്ന്. ശ്രുതിയാണെങ്കിൽ പേടിച്ചിട്ട് അമ്മ തട്ടിക്കള എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ശ്രുതി അരികിലേക്ക് വരുമ്പോഴേക്കും രണ്ടുപേരും ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. അവന്റെ അടുത്ത് തന്നെ തട്ടിക്കളയാൻ വേണ്ടി പറയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പല്ല് തട്ടിക്കളയുന്നുണ്ട്. എന്നതിന് ശേഷം 3 പേരും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ആന്റി ഇതെന്താ എല്ലാവരുടെ മേലും പല്ലി വീണെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. എല്ലാം ഇവൾ ഒറ്റൊരുത്തി കാരണമാണ്. എടി നിനക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. അത് നിങ്ങൾ പല്ലിയുടെ അടുത്ത് പോയി ചോദിക്കണമെന്ന് ചന്ദ്രയ്ക്ക് നല്ല മറുപടിയും കൊടുത്തിട്ട് രേവതി അങ്ങ് പോവുകയാണേ. എടി നിക്കടി അവിടെ, നീ എന്താ കളിയാക്കുവാണോ? പിന്നെന്താ അമ്മ ഞാൻ പറയേണ്ടത്? എന്റെ മേല് പല്ലി വീണു. ആ ഭയത്തിൽ ഞാൻ തട്ടിക്കളഞ്ഞപ്പോഴാണ് അത് അമ്മയുടെ മേലേക്ക് വീണത്. അതിന് ഞാൻ എന്താ ചെയ്യാ? വായ മൂടടി. നിന്റെ മേല് വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് നീ ഇത് എല്ലാവരുടെ മേലേക്ക് വിടുവോ? പല്ലി ഇങ്ങനെ വീഴാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം പറയും. അതെന്താ അമ്മ മേല് മൊത്തം പോയിസൺ ആവോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അതല്ലടാ ശകുനം ശരിയല്ലെന്നാ പറയാ. നീ പോയിട്ട് പഞ്ചാംഗം എടുത്തോണ്ട് വാ എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഗൗളി ശാസ്ത്രം നോക്കാൻ വേണ്ടിയിട്ട് അത് ഓൺലൈനിൽ തന്നെ നോക്കാം ആന്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയാണ് ശ്രുതി. അങ്ങനെ ഗൗളി ശാസ്ത്രം നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് ഷോൾഡറിലാണ് വീണിരിക്കുന്നത്. അതും റൈറ്റ് ആണെന്ന് തോന്നുന്നു. അത് വിക്ടറി എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ശ്രുതിയുടെ ചെവിയുടെ ആ ഭാഗത്തേക്കായിട്ടാണ്. അതുകൊണ്ട് ലാഭം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശ്രുതിയുടെ മൂക്കുമ്പിലാണല്ലോ വിഷമം എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതെന്താ എനിക്ക് വിഷമം വന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതിക്ക് ലാഭം വരുന്ന സമയത്ത് അത് കണ്ടിട്ട് നിനക്ക് വിഷമം ഉണ്ടാവും, അതായിരിക്കും. ഞാനെന്തിനാ വിഷമിക്കുന്നത്? ശ്രുതി നിനക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാതി ഷെയർ എനിക്ക് തരണേന്നൊക്കെ പറയുന്നുണ്ട്. അത് കിട്ടുമ്പോ നോക്കാം എന്ന് ശ്രുതി. അങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ വായിച്ചു കഴിഞ്ഞല്ലോ. അതിനുശേഷം നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്റെ തലയിലാണ് വീണത്, എന്താണെന്ന് നോക്കൂന്ന് ചോദിക്കുന്നുണ്ട്. തലയിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തോ വലിയ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു എന്നാണ് അർത്ഥം എന്നാണ്. ഇവൾക്ക് എന്ത് പ്രശ്നം വരാണ്? ഇവള് കാരണം ബാക്കിയുള്ളവർക്കാണല്ലോ പ്രശ്നം വരുന്നത്. അമ്മേ ഞാൻ മനഃപൂർവ്വം തള്ളിയിട്ടതല്ലോ. നീ വേണമെന്ന് വെച്ച് തന്നെയായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നോക്കി നിന്നിട്ട് രാവിലെ തന്നെ ഒരു കോലാഹലം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ എല്ലാവരുടെയും തലയിലൊക്കെ തളിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് രേവതിക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാ വന്നത്. പ്രശ്നമല്ലേ വരാൻ വേണ്ടി പോകുന്നത്. ഈ പ്രശ്നം പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരും ഈ വീട് വിട്ട് പോകേണ്ടി വരും. കറക്റ്റ് ആയിട്ടാ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ശ്രുതി അങ്ങ് പോവുകയാണ്. രേവതിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സച്ചിയായിരിക്കും വിചാരിച്ചിട്ട് വേഗം എടുക്കുന്നത്. പക്ഷെ വിളിച്ചത് ദേവുവായിരുന്നേ. എന്താ ചേച്ചി ചേച്ചിയുടെ വോയിസ് ഡള്ളായി പോയത്? ഞാൻ വിചാരിച്ചു സച്ചിയേട്ടനെ വിളിക്കുന്നത്. അതെന്താ ചേച്ചി എന്റെ നമ്പർ കണ്ടില്ലേ? ഞാൻ അതൊന്നും നോക്കിയില്ലേടി. സച്ചിയേട്ടന്റെ ഫോണ് എവിടെ മിസ്സായി പോയി. എവിടെ പോയിന്ന് ചോദിക്കുമ്പോ എവിടെയെന്ന് അറിയില്ല. ഫംഗ്ഷൻ നടന്ന അവിടെയാണോ എവിടെയാണെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് അറിയില്ല. സച്ചിയേട്ടൻ ഇപ്പൊ ട്രിപ്പിന് പോയിരിക്കുന്നത് ഫോണില്ലാതെയാണ്. അത് വലിയ സങ്കടമാണ്. ഫോണില്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം കഷ്ടാവുമല്ലോ ചേച്ചി. സച്ചിയേട്ടന് ട്രിപ്പൊക്കെ വരുന്നത് ആ ഫോണിലേക്കല്ലേ? കോള് വരാതിരിക്കില്ലേ? അതെ, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ലടി. എന്തായാലും സച്ചേട്ടൻ വരുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ഫോൺ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് എത്രയാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 10 മുതൽ 15,000 വരെ. അത്രയൊക്കെ ആവോ? പിന്നെ ചേച്ചി ഒരു 2 വർഷമെങ്കിലും ശരിക്കും ഓടണ്ടേ? അതുകൊണ്ട് അത്രയും ക്യാഷൊക്കെ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നല്ലൊരു ഫോൺ നോക്കി വെക്ക്, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ആ ശരിയെന്ന് പറഞ്ഞിട്ട് ദേവും ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് രേവതി ആണെങ്കിൽ പൂവൊക്കെ കൊടുത്തിട്ട് വേഗം തന്നെ ചേച്ചിമാരുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. അല്ല രേവതി ഇന്നെന്താ നേരത്തെ വന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ഇന്ന് കച്ചവടം ഭയങ്കര ഡള്ളാണ്. ഇന്ന് നാളെ ശരിയില്ല. ഞാന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലി വീണു എന്ന് പറയുന്നുണ്ട്. അയ്യോ പല്ലി ഭക്ഷണത്തിനകത്ത് വീണോ? എന്നിട്ട് ആരെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണേ. ഭക്ഷണത്തിനകത്തൊന്നുമല്ല, എന്റെ തലയിലാ വീണത്. ഓ അതാണോ?
അതങ്ങ് തട്ടിക്കളഞ്ഞിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? എന്റെ തലയിൽ മാത്രമല്ല, എന്റെ അമ്മായിമ്മയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും സുധിയുടെയും എല്ലാവരുടെയും മേലേക്ക് പല്ലി വീണു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിന്റെ അമ്മായിമ്മയുടെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം നിന്നെ അത്രയും ചീത്ത വിളിക്കുന്നതല്ലേ, അവരുടെ വായിൽ വീണായിരുന്നു. കയ്യിൽ വീണതിന് തന്നെ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു. പിന്നെ പോരാത്തതിനാണ് ഇനിയിപ്പോ വായിൽ വീണത്. പല്ലി വീണതിന്റെ പേരും പറഞ്ഞിട്ട് എന്തിനാ രേവതി നീ ഇങ്ങനെ വിഷമിക്കുന്നത്? തലയിൽ പല്ലി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്നാണ്. ഓ, അതുകൊണ്ടാണോ നീ മുഖമൊക്കെ വാടി പിടിച്ച് ദുഃഖം പോലെ നിൽക്കുന്നത്? രേവതി, നീ നല്ലത് മാത്രമല്ലേ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അത് ശരി തന്നെയാണ്. രേവതി ആരെയും വേദനിപ്പിക്കാറില്ല. എന്തിന്? നിന്നെ എപ്പോഴും ചീത്ത വിളിക്കുന്ന നിന്റെ അമ്മായിമ്മയെ പോലും നീ വേദനിപ്പിക്കാറില്ലല്ലോ. പിന്നെ നിനക്ക് എന്ത് സങ്കടം ഉണ്ടാവാനാണ്? നമ്മൾ അധ്വാനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് എന്താന്നറിയില്ല, ആകെ മൊത്തത്തില് പ്രശ്ന. രാവിലെ ആണെന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ ഫോണ് കളഞ്ഞു പോയി. അയ്യോ, അതെവിടെ പോയെന്ന് ചോദിക്കുമ്പോ എവിടെയാ പോയെന്നുള്ള കാര്യമൊന്നും അറിയില്ല ചേച്ചി. ശ്രുതിയും ഒരു ഫംഗ്ഷൻ നടത്തി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അവിടെയാണ് ഫോണ് കാണാതെ പോയത്. സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പും പോയിട്ടുണ്ട്, അതും ദൂരേക്ക്. എവിടെ എത്തി എന്താന്നുള്ള കാര്യമൊന്നും ഫോണിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. സച്ചേട്ടൻ തിരികെ വരുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഒരു ഫോൺ മേടിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോണല്ലേ, എന്തായാലും ആവശ്യമുള്ള കാര്യമല്ലേ, നീ മേടിച്ചു വെക്ക്. 10-15,000 രൂപയോളം ഫോണിന് വരും എന്നുള്ള കാര്യമാണ് ദേവു പറഞ്ഞത്. എന്റെ കയ്യിലാണെങ്കിൽ കാശ് കുറച്ച് കുറവാണ്. നിങ്ങളടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിനെന്തിനാ രേവതി നീ ഇത്ര മടിക്കുന്നത്? ഞങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നീ തരാറില്ലേ? അപ്പോ നിനക്ക് ആവശ്യം വരുമ്പോ ഞങ്ങൾ തരാതിരിക്കോ? അങ്ങനെ 3 ചേച്ചിമാരും കൂടി ചേർന്നിട്ട് ഒരാൾ 2000, ഒരാൾ 1500, പിന്നെ ഒരാൾ 2500 കയ്യിലുള്ള പൈസ എല്ലാം കൂടി ചേർത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അത് കിട്ടുമ്പോ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. രേവതി ഫോൺ മേടിക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞ വിലന് മേടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിക്കാണ് കേട്ടോ ആ കൂട്ടത്തിലുള്ളൊരു ചേച്ചി പറയുന്ന സമയത്ത്. എന്റെ ഭർത്താവിന് ചെരുപ്പ് പോയിട്ട് 700 രൂപയുടെ ചെരുപ്പ് വാങ്ങി. അത് ഒരുപാട് നാള് നിൽക്കുമെന്ന് പറഞ്ഞിട്ടാ വാങ്ങിയത്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വെറും കാലോട് കൂടിയിട്ടാ വന്നത്. അത് കേൾക്കുമ്പോ എല്ലാവരും ചിരിക്കുന്നുണ്ടേ. എന്നാ സച്ചേട്ടൻ അങ്ങനെയല്ല, ഒരു സാധനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഭദ്രമായിട്ട് സൂക്ഷിക്കും. അത് ശരി തന്നെയാണ്. രേവതിയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ സച്ചേട്ടൻ എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്. പിന്നെ എന്താണ് സച്ചിന്റെ ഫോൺ കളഞ്ഞു പോയതെന്ന് ചോദിക്കുമ്പോ അത് അങ്ങനെ നഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നില്ല. ആരോ സമയം നോക്കിയിട്ട് മോഷ്ടിച്ചതാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിലും രേവതി, നീ അങ്ങനെയല്ലേ പറയുള്ളൂ. സച്ചിയെ വിട്ടുകൊടുത്തിട്ട് നീ സംസാരിക്കില്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് തന്നെ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് ശരത്തിനെയാണ് കേട്ടോ വിളിക്കുന്നത്. സച്ചിയുടെ ഫോൺ മിസ്സായി എന്നുള്ള കാര്യമൊക്കെ ദേവു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് കൂടെ വരാൻ വേണ്ടിയിട്ട് ശരത്തിനടുത്ത് പറയുമ്പോൾ ശരത്ത് ഒരു കട പറഞ്ഞു കൊടുക്കുന്നത്, ചേച്ചി അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. രേവതി അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ കേടാവുന്നുണ്ട്. പൈസ കൊടുത്തിട്ട് വേറെ വഴിക്ക് പോവാന്ന് വിചാരിക്കുമ്പോ ചില്ലറയില്ല അദ്ദേഹത്തിന്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ രേവതിയുടെ ഫ്രണ്ട്സ് ഒക്കെ നിൽക്കുന്ന പൂക്കടയിൽ വന്നിട്ടാണ് കേട്ടോ പൈസ ചില്ലറ മേടിച്ചിട്ട് പോകുന്നത്. രേവതിയുടെ അമ്മായിയല്ലേ പോയി സംസാരിക്കുക എന്ന മട്ടില് അവര് തിരികെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലേ എന്ന്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചില്ലറ മേടിച്ചത്? അയ്യോ അതല്ല, ഞങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങള് രേവതിയുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയണേ. ഓ, രേവതി മഹാറാണിയുടെ തോഴിമാരാണോ എന്ന് ചോദിക്കുമ്പോ അതെ, രേവതി ഞങ്ങൾക്ക് റാണി തന്നെയാണ്. രേവതിയുടെ ഗുണം ഞങ്ങൾ തന്നെ പറഞ്ഞു തരണ്ടേ? അവള് തനി തങ്കമാണെന്ന് പറയുമ്പോ അവള് വെറും കവറിംഗ് ആണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവളെ പോലത്തെ ഒരു മരുമകളെ കിട്ടിയതിന് നിങ്ങൾ പുണ്യം ചെയ്യണം. പുണ്യൊന്നുമല്ല, ആവാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവള് കഷ്ടകാലത്തിന് എന്റെ മരുമകളായിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. രേവതിയെ കുറിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നിങ്ങളെ എത്ര ചീത്ത വിളിച്ചു കഴിഞ്ഞാലും അവള് നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നില്ലേ? വായിക്ക് രുചിയായിട്ട് അവള് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? അത് കഴിച്ചിട്ട് അവള് പാവം നോക്കിയിട്ടാണ് കൊണ്ടുവന്നെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കുന്നു വേണ്ട, നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഒന്നല്ലോ ഞാൻ കഴിക്കുന്നത്, നിങ്ങളാണ് ഓവറായിട്ട് സംസാരിക്കുന്നത്. രേവതി ഒരിക്കലും അങ്ങനെയല്ല. രേവതിയുടെ മനസ്സ് പൂ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നാരിൽ കെട്ടിവെച്ചിട്ട് വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചന്ദ്ര പറയുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നു വേണ്ട. നിങ്ങൾ എത്ര ചീത്ത വിളിച്ചു കഴിഞ്ഞാലും അവള് നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എത്ര നല്ല അമ്മായിമാരാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് മരുമക്കൾ നന്നായിട്ട് നോക്കുന്നില്ല. എന്നാൽ രേവതി അങ്ങനെയല്ല. നാളെ നിങ്ങൾ കൈയും കാലും അനക്കാൻ പോലും പറ്റാതെ കിടപ്പിലായാലുണ്ടല്ലോ, ഇത് രേവതി മാത്രമേ നിങ്ങളെ നോക്കാനുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് അടിച്ചതുപോലെയാണ് കേട്ടോ ചന്ദ്രയുടെ അടുത്ത് ചേച്ചിമാരൊക്കെ സംസാരിക്കുന്നത്. ഇത് കേട്ട് കലിതുള്ളി നിൽക്കുവാണ് നമ്മുടെ ചന്ദ്ര. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്